ഹേ ഗൈസ്, അപ്പോൾ ഊട്ടിത്തെ വിശേഷങ്ങൾ പാർട്ട് 4, അതായത് നമ്മുടെ ഊട്ടിത്തെ വിശേഷങ്ങൾ തീർന്നു, കത്തുമൂകൈ അത് തന്നെ. നിങ്ങൾക്ക് ഈ ട്രിപ്പ് കണ്ടിട്ട് എത്ര ദിവസത്തെ ട്രിപ്പായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? നിങ്ങൾക്ക് 2 days 3 days ഒക്കെ ആയിട്ടല്ലേ തോന്നിയിട്ടുള്ളൂ? എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് 1 day ട്രിപ്പാണ് ഗൈസ്. 1 day ട്രിപ്പാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം, വിശ്വസിച്ച് പറ്റൂ. നമ്മളങ്ങനല്ലേ പോയത്. നമ്മൾ ഊട്ടി എത്തിയത് ഉച്ചക്കാണ്. ഉച്ച മുതൽ വൈകിട്ട് വരെയുള്ള കാര്യം ഒപ്പിക്കലാണ് ഈ ഒപ്പിക്കലൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് പോയത് സിപ്പ് ലൈനിലാണ്. ഈ ചേട്ടനാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സെറ്റുമസാക്കി തന്നത്. ചേട്ടൻ തന്നിരുന്നു, ഈ കയറിൻ്റെ ഇതുമ്മക്ക് നിൽക്കരുത്, എൻ്റെ അപ്പുറത്തേക്ക് നിൽക്ക്, പേടിയുണ്ടോയെന്നൊക്കെ ചോദിച്ചു. എന്തിനാണ് പേടിക്കുന്നത്? എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്. എൻ്റെ ഹാർട്ടിപ്പോൾ അറ്റാക്കായി മരിക്കണ രീതി. നമ്മളുടെ വീട്ടുമ്പോൾ ഒരു പേടിയുണ്ടാവും, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതാകുമ്പോൾ ഒന്നും പേടിയുണ്ടാവില്ല. പിന്നെ ഓരോട്ട് പോലെ ഇരിക്കുമ്പോൾ ദൈവമേ ഹാർട്ട് നിന്ന പോലെ ഇരുന്നത് ഡ്രെന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ടിലേ ഞാൻ അങ്ങോട്ട് കത്തമൂക്കിയായിപ്പോയി ഗൈസ്. എന്താ ചെയ്യുക? ഞാനവിടെ എത്തിയപ്പോൾ ചേട്ടൻ ചോദിച്ച് ഏത് ഭാഷയാണെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ മലയാളം എന്ന് പറഞ്ഞ് എത്രയെല്ലാം പഠിക്കണമെന്നൊക്കെ ചോദിച്ചു. പിന്നെ എന്താണെന്നൊക്കെ ചോദിച്ചു. എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ, ആദിത്യ. കോമളമായ പേരല്ലേ കോമളം. എനിക്ക് 2 പ്രാവശ്യമൊക്കെ കയറണമെന്നുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ചേട്ടൻ പറഞ്ഞു കൈയൊക്കെ വിടണമെന്നും. കൈ ഇട്ടത് ഞാൻ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ വിളിക്കുമല്ലോ അതുപോലെയാണ് ഞാൻ കൈ വിട്ടത് ഗൈസ്. എന്താ ചെയ്യുക, എനിക്ക് പേടിയിട്ടാണ്. പിന്നെ വീണ്ടും അവിടെ എത്തിയപ്പോൾ ഞാൻ ഒരു ഡ്രെന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഇതാ വീണ്ടും ഞാൻ പിടിച്ച് ഗൈസ്. അത്ര പേടിയാണ് ഗൈസ് എനിക്ക്. പിന്നെ റിവ്യൂ ഒക്കെ എന്നോട് ചോദിച്ചു, അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയാം നമുക്ക്. അത്ര അടിപൊളിയൊക്കെ തന്നെ, ബട്ട് പേടി നമുക്ക് കുറച്ച് കൂടുതലാണല്ലോ, അത് അറിയാമല്ലോ. പിന്നെ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് കുറച്ച് നേരം അവിടെ പോസ്റ്റ് നിന്നു ഗൈസ്. അവിടെ ഇട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, എല്ലാം കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഇനിയും ഉണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പോയത് ബോട്ടിങ്ങിനാണ്. അമ്മായിരുന്നു ഇത് തുഴച്ചിരുന്നത്, ബട്ട് എൻ്റെ പൂതി കാരണം അമ്മ എനിക്ക് വിട്ടു. പിന്നെ കരച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലൊക്കെ കുറേ കടച്ചു മക്കളെ. എങ്കിലും സാറിൽ കുറേ നേരം തുഴഞ്ഞതായ വീഴാൻ വരെ പോയി. പിന്നെ നമുക്ക് ഈ ചങ്ങായിയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള സ്ഥലമൊക്കെ കാണിച്ചാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായി. ഈ ചങ്ങായി നല്ല കോടാമഞ്ഞുണ്ടായിരുന്നു. കോടാമഞ്ഞിൽ ഹോയ് ഹോയ് തഴുവരങ്ങൾ ഹോയ് അത് പക്കത്തോ എന്ന് പറയാറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഊട്ടിത്തെ വിശേഷങ്ങൾ ഇതോടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ ബൈ, സീ യു.